നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലുള്ള കുതിരാൻ തുരങ്കം കാണുന്നതിനാണ് കേട്ടോ. NH 544 ഈ തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത്. അതിൽ കൂടെയാണ് നമ്മളിപ്പോൾ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 964 മീറ്ററാണ് ഇതിന്റെ നീളം വരുന്നത്. ഈ തുരങ്കപാത കേരളത്തിലെ ആദ്യത്തേത്, പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു 6 വരിപ്പാതയാണ് നമ്മുടെ ഈ കുതിരാൻ തുരങ്കം. ഇത് 2 തുരങ്കപാതയാണ് ഇതിനുള്ളത്. ഒന്ന് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് പാലക്കാട്ടേക്ക് പോകുന്നതിനും ആ ഭാഗത്തേക്ക് പോകുന്നതിനും, പാലക്കാട് ഭാഗത്ത് നിന്ന് തിരിച്ച് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്നതിനും വേണ്ടി അങ്ങനെ 2 തുരങ്കപാതകളാണ് ഇതിൽ ഉള്ളത്. അതിൽ ഒരെണ്ണത്തിന്റെ മാത്രമേ ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ളൂ. അതായത് പാലക്കാട് ഭാഗത്തു നിന്നും തൃശ്ശൂരിലേക്ക് വരുന്നതിന്റെ പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത പണി നടക്കാനുള്ളത് ഓപ്പൺ അവർ ആയിട്ടില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലം കാത്തു നിന്നൊരു സാധനം. പോലീസുകാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അവിടെ. ഇത് ട്രെയിനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അവിടെ. ഒരുപാട് സെക്യൂരിറ്റി സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തൊരു അവിടെ എന്താ ലൈറ്റ് അറേഞ്ച്മെന്റിന്റെ എന്താ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. കാണാണ് ഇതിന്റെ അടിപൊളി. നിങ്ങളിപ്പോ ഈ കാണുന്നതാണ് ഇതിന്റെ പുതിയ തുരങ്കപാത ഓപ്പൺ ചെയ്തതിന്റെ മുൻഭാഗം. അതായത് പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ കാണുന്ന മുഖഭാഗം, ഫ്രണ്ട് ഭാഗം വരുന്നത് ഈ കാണുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ നിർത്തി ഷൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അധികം നിർത്തി ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. 2-3 ദിവസം മുമ്പൊക്കെ സമ്മതിച്ചിരുന്നു. കൂടെ അങ്ങനെ വ്ളോഗർമാരും ചാനലിലെ ആൾക്കാരൊക്കെ നിൽക്കുന്നവരൊക്കെ ഇപ്പോൾ 2 സൈഡിലും പോലീസുകാരെയൊക്കെ നിർത്തി ആകെ സെക്യൂരിറ്റി സെറ്റപ്പ് ആക്കി. അത് നമ്മൾ വണ്ടികൾ വരുമ്പോൾ നിർത്താൻ സമ്മതിക്കില്ല, നമ്മളെടുത്ത് പോകണം നേരെ. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഭയങ്കര ഒരു എക്കോ ഫീൽ ചെയ്യണ്ട സൗണ്ടില്. ഹോണടിച്ചു കഴിഞ്ഞാലേ ഒന്നും കേൾക്കില്ല. ആ ഒരു കയറ്റം നമ്മള് വളരെ സിമ്പിളായിട്ട് ഇതിൽ കൂടെ സൈക്കിളെ ചവിട്ടണില്ല. ആ ഒരു ഇറക്കത്തിലാണ്, ചെറിയൊരു ഇറക്കണറ്റാണ് കറക്റ്റായിട്ട് തുരങ്കം. സൈക്കിളോട്ട് പോലെ മനസ്സിലാവുള്ളൂ, ഞങ്ങൾ ചവിട്ടണില്ല. ആ ഒരു ഇറക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ കാറിലും മറ്റേതിലൊക്കെ പോണവർക്ക് ഇത് സ്ട്രെയിറ്റ് റോഡാന്ന് വിചാരിക്കുള്ളൂ. സത്യം പറഞ്ഞത് ഇറക്കണ്. കേട്ടോ, നല്ല സ്പീഡ്, ഒരു 40 താഴെ സ്പീഡിൽ ഏകദേശം അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്പീഡ്, അടിപൊളി. ആരോ തള്ളി വിട്ട പോലെ പോയിക്കൊണ്ട്. ഞാൻ ഇതുവരെ പെഡൽ ഉപയോഗിച്ചിട്ടില്ല, ചവിട്ടിയിട്ടില്ല. അവിടുത്തെ വണ്ടി ബൈക്ക് കയറിയിട്ട് നോക്കി. ഒരു 40 കിലോമീറ്റർ 40 സ്പീഡുള്ള വണ്ടി ബൈക്ക് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ. ചവിട്ടിട്ടില്ല ഇതുവരെ പെടൽ. നമ്മൾ കാല് വെച്ച് വെറുതെ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താറായി നമ്മൾ. ഇതിനുള്ളിൽ ഹോണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമായിരിക്കും, ഭയങ്കര മുഴക്കാണ്. എത്തി ആൾക്കാർ ഇവിടെ കൂട്ടം കൂടി നിൽക്കാം. ഇവിടെ നല്ല സെക്യൂരിറ്റി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ ഒരുപാട് വന്നിട്ടേ ഈ വീഡിയോ ചെയ്യാനും വ്ളോഗ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിട്ട് ഭയങ്കര സംഭവമുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോലീസുകാർ അത്യാവശ്യം ഫുൾ ടൈം ഉണ്ട് ഇവിടെ. അടിപൊളി റോഡ് നോക്കിയേ. ഇപ്പോൾ ഞങ്ങൾ പെടലൊന്നും കാലെടുത്തിട്ടില്ല കേട്ടാ, വെറുതെ വെച്ചിട്ടുള്ളൂ. ഫുള്ള സ്മൂത്ത്നെസ്സിൽ അങ്ങനെ പോണ് കണ്ടാ. ഇവിടെ റൈഡർമാർ കുറേ പേരുണ്ട്, സൈക്കിൾ റൈഡർമാരൊക്കെ നല്ല എംബിര ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അടിപൊളി. ഹലോ, ഇറക്കാൻ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാട്ടാ. ക്യാമറയിലെടുത്തൊക്കെ റെക്കോർഡായത് നമ്മുടെ പറയാൻ പറ്റും. ഇത്രയും കട്ടോട് തിരിച്ച് മോളി ചോട്ടി വീണ്ടും വരാൻ എളുപ്പമല്ല. ഞങ്ങൾ വരും, റെക്കോർഡായ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നഷ്ടം.
സൈക്കിള് ചവിട്ടിട്ടില്ല എന്നുള്ളതാണ്.